വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന 4 പേര് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഈ 2 മിസ്റ്റേക്സ് ചെയ്തപ്പോഴേക്കും അവർക്ക് പീരിയഡ്സിൻ്റെ പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലീഡിംഗ് ആയി. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫെയിൻറ്റ് ലൈനും കിട്ടി. അപ്പോൾ അവർ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഇവരുടെ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഗ്രാമ്പു വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഗ്രാമ്പു സാധാരണയായിട്ട് ഒരു വോം ആയിട്ടുള്ള ഒരു സ്പൈസസ് ആണ്. അത് നമ്മൾ കൂടുതലായിട്ട് എടുക്കുമ്പോഴേക്കും ശരീരത്തിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ നടക്കാനായിട്ട് ഇതിനേക്കാളും നല്ലൊരു ടിപ്പ് നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ആളുകളാണ് നമ്മുടെ ചാനലിൽ ഗ്രാമ്പു വെള്ളം മാത്രം കുടിച്ചിട്ടും ഇഞ്ചി വെള്ളം കുടിച്ചിട്ടും ഒക്കെ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാനലിൽ. നിങ്ങളിപ്പോൾ ഇഞ്ചി വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു ബ്ലീഡിംഗ് തീരുന്ന ദിവസം വരെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇഞ്ചി വെള്ളമാണ്. ഇഞ്ചി വെള്ളം ഉപയോഗിക്കേണ്ടത് ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിലല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇഞ്ചി വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി വെള്ളം നിങ്ങൾ എപ്പോഴാണ് നിർത്തുന്നത് അതിന്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് ഗ്രാമ്പൂ വെള്ളം എന്ന് പറയുന്നത്. 5-6 ഗ്രാമ്പു എടുത്ത് നല്ലതുപോലെ കഴുകി കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളവും കൂടി എടുത്തിട്ട് ബോയിൽ ചെയ്ത് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കേണ്ടതാണ് ഗ്രാമ്പൂ വാട്ടർ എന്ന് പറയുന്നത്. ഗ്രാമ്പൂ വാട്ടറിന്റെ കണ്ടന്റ് നിങ്ങളുടെ ശരീരത്തിൽ LH ഹോർമോണിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അണ്ടം പ്രോപ്പറായിട്ട് വളർന്ന് ഹെൽത്തി ആയിട്ടുള്ള വഴിയിൽ കൂടി പൊട്ടുന്നതിനും അത് സഹായിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഒരുപാട് പേര് ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് PCOD ഉണ്ടെങ്കിലോ തൈറോയ്ഡ് ഉണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ, അതായത് അണ്ടം വളരാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറഞ്ഞത് നമ്മൾ മെഡിസിൻസ് എടുക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത് കേട്ടോ. അത് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നാച്ചുറലായിട്ട് നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ക്വാളിറ്റി നിങ്ങൾക്ക് കുറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ മെഡിസിൻസ് എടുത്തിട്ട് അത് അണ്ടം പൊട്ടിക്കാൻ നിങ്ങൾക്ക് നോക്കിയാലും പലർക്കും പൊട്ടാത്തതും പലർക്കും ചുരുങ്ങിപ്പോകുന്നതും പലർക്കും അത് വാനിഷ് ആയിട്ട് പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രാമ്പു വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. ഈ പ്രോപ്പർ ടൈമിംഗ് നമ്മുടെ ഓവുലേഷൻ വരെയുള്ള സമയമാണ്. എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് വരെ നിങ്ങൾക്ക് കുടിക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 1-2 ദിവസം നിങ്ങൾ അറിയാതെ കുടിച്ചു പോയാലും പ്രശ്നമില്ല. പക്ഷേ ഒരു മന്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഗ്രാമ്പു വെള്ളം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടും ചിലപ്പോൾ അത് കാരണമാകാം. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഗ്രാമ്പു വാട്ടർ കുടിക്കാതിരിക്കുക. ശരീരത്തിന് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഒരു നല്ലൊരു യൂട്രസിനകം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് പോകേണ്ടത്. ഈ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോഴേക്കും പലർക്കും യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അല്ല, എന്നാൽ ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്ക്, ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചേ മതിയാകും. ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് എങ്ങനെ ഓവുലേഷൻ ഡേറ്റും അതുപോലെ ക്ലോസ് വാട്ടർ കുടിക്കേണ്ട ഡേറ്റും എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇറഗുലർ പീരിയഡ്സ് ആൻഡ് ക്ലോസ് വാട്ടർ എന്ന് നിങ്ങൾ യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഗ്രാമ്പു വാട്ടർ കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ മിസ്റ്റേക്കാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് കുമ്പിട്ട് നിവർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്ത് പൊക്കുന്നതാണെങ്കിലും, മൂത്ത കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്ത് ഒരുപാട് നേരം പൊക്കി നമ്മൾ ആ ഒരു എളിയിൽ വെച്ച് കുറേ നേരം ഇരിക്കുന്നതാണെങ്കിലും പലർക്കും ആ ഒരു ഹെവി ആയിട്ട് നമ്മുടെ ലോവർ അബ്ഡമന് പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് പ്രഗ്നൻസി നഷ്ടമായി പോകുന്നുണ്ട്. ഓരോരുത്തരുടെ യൂട്രസിന്റെ കണ്ടീഷൻസും ഡിഫറെന്റ് ആണ്. ചിലർക്ക് സെർവിക്സിന്റെ പൊസിഷൻ വരെ ഡിഫറെന്റ് ആണ്. സെർവിക്സ് ഷോർട്ട് ആയി പോയിട്ട് സ്റ്റിച്ച് ഇടുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്റെ പ്രഗ്നൻസിയിൽ ഞാൻ എന്റെ മോളെ എടുത്ത് നല്ലതുപോലെ പുഞ്ഞരിപ്പിച്ചിട്ടുണ്ട്, വയറ്റിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേജിലൊക്കെ. പക്ഷെ എനിക്ക് പ്രഗ്നൻസി നഷ്ടമായിട്ടില്ല. പക്ഷെ അതുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ എനിക്കറിയുന്ന വേറൊരാൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ കേൾക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ സർവിക്സിന് വ്യത്യാസം ഉണ്ടാകും, നിങ്ങളുടെ യൂട്രസിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് പ്രഗ്നൻസി നമുക്ക് നഷ്ടമാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണമെന്നാണോ ചേച്ചി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതികളിൽ പറ്റുന്ന ജോലികൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ ഫിസിക്കലി ടയേർഡ് ആക്കുന്ന തരത്തിലുള്ള ജോലിയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫിസിക്കലി ടയേർഡായി പോകുമ്പോഴേക്കും നമുക്ക് കിതപ്പുണ്ടാകും, നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ
ഫോക്കസ് കൊടുക്കേണ്ടത് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്കാണ്. അതിനെ പ്രൈമറി ഫാക്ടറായിട്ട് വേണം നമ്മുടെ ശരീരം കൺസിഡർ ചെയ്യാനായിട്ട്. അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ശരീരത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും നമ്മുടെ ആ ഒരു സമയങ്ങളിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഒന്നാണ് നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്. ഈ സ്ട്രെസ് നിങ്ങളിൽ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ബോഡിയെ ആ നോർമൽ പൊസിഷനിലോട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരീരം ഒരുപാട് എഫേർട്ട് ഇടാനായിട്ട് തുടങ്ങും. ഇങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളുടെ ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് ഒന്ന് സെക്കൻഡറി ആയി തുടങ്ങും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഒരുപാട് കുമ്പിട്ട് നിവർന്ന് നിങ്ങളിപ്പോൾ കട്ടിലിൻ്റെ അടിയൊക്കെ ഒരുപാട് നേരം കുമ്പിട്ട് നിവർന്ന് നിങ്ങൾ അടിക്കുന്നത്, അല്ലെങ്കിൽ മുറ്റമാണെങ്കിൽ ഒരുപാട് മുറ്റം നിങ്ങൾക്ക് അടിക്കാനുണ്ടെങ്കിൽ അത് ഒരുപാട് കുമ്പിട്ട് നിവർന്ന് വീശി വലിഞ്ഞൊക്കെ നമ്മൾ അടിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയുള്ള പുതപ്പ് അല്ലെങ്കിൽ ജീൻസ് ഇങ്ങനെയുള്ള തുണികളൊക്കെ ഒരുപാട് നിങ്ങൾ കൊട്ടിയിട്ടിട്ട് അലക്കുന്നത്, അത് ഊരി വിരിക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ബക്കറ്റിൽ ഒരുപാട് വെള്ളം എടുക്കുന്നത്, ഇപ്പോൾ കുടത്തിലാണെങ്കിൽ ഒരുപാട് വെള്ളം എടുത്തിട്ട് നമ്മൾ നടന്നു പോകുന്നത്. ഇൻ കേസ് തയ്ക്കുന്ന ആളുകളുണ്ടാവും, തയ്യൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാലോ എഫേർട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത് ഒരു പ്രഷർ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ആ ജോലി പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല, ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ ചെയ്യുക. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. എഗെയിൻ നിങ്ങൾ ഒരു കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാതെ ഹറിബറിയായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്നെങ്കിലും നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഓവറായിട്ട് ട്രാവൽ ചെയ്യാതിരിക്കുക. അത് ട്രാവലിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന രീതിക്കുള്ള നമ്മുടെ ട്രാവലിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ എയർ ട്രാവൽ ആണെങ്കിലും നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് നമ്മൾ ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. അതല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആളുകൾക്ക് എയർ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഹൈറ്റ്സിൽ എത്തുമ്പോൾ പീരിയഡ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴേക്കും പീരിയഡ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ലോങ് ട്രാവൽ ചെയ്ത് വന്നു കഴിയുമ്പോൾ ആ സിറ്റുവേഷനിൽ തന്നെ പീരിയഡ്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ശരീരം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ട്രാവലിംഗ് മാത്രം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ലീവ് എടുത്തിരിക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും 9 മണിക്കാണ് നിങ്ങളുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 8:45 നിങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ ഒരു 8:30 നിങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. 2 വീലറിൽ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ പോവുക. ഇപ്പോൾ മഴയുണ്ട്, വെള്ളക്കെട്ടുണ്ട്, ഇതെല്ലാം കാണുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും ഒരു വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പീഡിലൊന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ ഗട്ടർ ഉണ്ടാവാം, നമുക്ക് ലോവർ അബ്ഡമിന് പ്രഷർ ഉണ്ടാകാം, നമുക്ക് വയറിൽ അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ നല്ലതുപോലെ സ്പീഡ് കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിച്ച് നല്ലൊരു റോഡ് എത്തിയിട്ട് സ്മൂത്തായിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹറിബറിയായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കും, അതായത് ഏകദേശം 4 പേർക്ക് വരെ ഇംപ്ലാന്റേഷൻ ഫെയിലായി പോകാനും പീരിയഡ്സ് വരാനായിട്ടുള്ള കാരണം. ഇവർ തന്നെ ഇത് നമ്മളോട് ഷെയർ ചെയ്തതാണ്, ചാനലിൽ പറയണമെന്ന് പറഞ്ഞതാണ്. കാരണം ഓവുലേഷൻ കഴിഞ്ഞിട്ട് തെറ്റിദ്ധാരണയോടുകൂടി ഗ്രാമ്പു വെള്ളം കുടിക്കുന്നവരും, അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് എക്സസൈസുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി നഷ്ടമായി പോകുന്നവരുണ്ട്. അവരിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഇപ്പോൾ കഴിഞ്ഞൊരു തവണയായിട്ട് വിവാഹം കഴിഞ്ഞേ ഉള്ളൂ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമൊന്നും ആയില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് 1 വർഷമൊന്നും ആയില്ല, അങ്ങനെയുള്ള ആളുകൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ മസ്റ്റ് ആയിട്ട് കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.